ഹലോ ഗായ്സ്, ആഷ് ട്വീറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ചുമ്മാ വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയതാണ്. കോളയാട് എന്ന് പറയുന്ന സ്ഥലം. കോളയാട് ചെന്നപ്പോൾ ഒരു കൂൾബാറിൽ ചെന്നപ്പോൾ ചിക്കൻ റോളും ലൈമും. ആഹാ സെറ്റ്. അത് കൂൾബാറിൽ ചെന്ന് അതും കഴിച്ച് ഞാൻ നേരെ വിട്ടത് ഒരു ബാർബർ ഷോപ്പിലേക്കാണ്. ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് നമ്മുടെ കണ്ണാടി നോക്കി ക്യാമറയിൽ കുറച്ച് പോസൊക്കെ കൊടുത്ത് മെല്ലെ ഞാൻ വിട്ടത് ATM ലേക്കാണ്. ATM ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗൈസ്, പണിപാളി. അവിടെ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്ന SBIൻ്റെ ഒരു ATM ചെന്നിട്ട് നോക്കുമ്പം അവിടെ ആരുമില്ല. ചാടിക്കറി പൈസ എടുത്തു വിട്ടു. അവിടുന്ന് ഞാൻ വീട്ടിലെത്തി ആദ്യം നോക്കിയത് മുടി മുറിച്ചത് സെറ്റായോന്നാണ്. ഏതായാലും കുഴപ്പമില്ല, പുള്ളി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ചൂടാക്കി വാർക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല. എനിക്കറിയാവുന്ന രീതിയിൽ തട്ടിക്കൂട്ട് പരിപാടിയും കൊണ്ട് ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് തിളപ്പിച്ച് വാർക്കാൻ തുടങ്ങി. പോരാത്തതിന് മിനിങ്ങാന്ന് വെച്ച ചിക്കൻ കറി. ആഹാ സെറ്റ്. ഏതായാലും കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അതും ചൂടാക്കി. ഞാൻ കുറച്ച് പരിപ്പുണ്ടായിരുന്നു, അതും ചൂടാക്കി. ഇതെല്ലാം ആക്കി കഴിഞ്ഞപ്പോൾ ഇതേ സൈഡിൽ വന്ന് നിൽക്കുന്നില്ല, അതെൻ്റെ അമ്മയാണ്. അമ്മ പറഞ്ഞു, ഇതൊക്കെ ആക്കിയോ, നീ ഇപ്പോഴാണോ ആക്കുന്നതെന്ന്. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡും കഴിച്ച് പുറത്ത് നിന്നിട്ട് ഒരു ചെറിയ സംഭവം വെയിറ്റ് ചെയ്തിരിക്കുക. സംഭവം എന്നാന്നല്ലേ, അത് കുറച്ചും കൂടി കഴിയുമ്പോൾ മനസ്സിലാക്കും. അങ്ങനെ എന്തായാലും ഇപ്പം വരുമെന്നും വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കോൾ വന്നത്. അങ്ങനെ ഞാൻ മെല്ലെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. അങ്ങനെ നടപ്പ് തുടങ്ങി. എന്താണ് സാധനം എന്ന് നിങ്ങളിപ്പം തന്നെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം വീഡിയോ ഇടാൻ ഇനി 2-3 ദിവസം വൈകുന്നു. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേട്ടൻ ഒന്നും തോന്നാതെ പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന iPhone 7 അതെനിക്ക് തന്നത്. ഞാൻ ഏതായാലും അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഏതായാലും വീടിൻ്റെ ഇവിടുന്ന് കുറച്ചും കൂടി അപ്പുറത്താണ് എൻ്റെ വീടിൻ്റെ തൊട്ട് പുറത്തുള്ള റോഡിലോട്ട് പോകണം. ഏതായാലും ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയപ്പം ഒന്നും സംഭവിച്ചില്ല ഗൈസ്. എന്ത് ചെയ്തു, ഞാനവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി അങ്ങ് നടക്കാൻ തുടങ്ങി. നടന്ന് അവസാനം ഞങ്ങളുടെ സ്പോട്ടിലെത്തിയപ്പോൾ ഉണ്ട് റോഡിലൊന്നും ആരുമില്ല. എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നു. എന്നീ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, എന്തായാലും വന്നിരിക്കുന്നത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫോണും കൊണ്ടാണ്. iPhone 7. ഇത് എനിക്ക് അറിയാവുന്നൊരു ചേട്ടൻ എനിക്ക് തന്നുവിട്ട ഫോണാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നീറ്റ് ഫോണാണ്. പുള്ളി എനിക്ക് തോന്നുന്നൊരു 2-3 വർഷം ഉപയോഗിച്ച ഫോണാണ്. ഇതിപ്പോൾ പുള്ളി എനിക്ക് തന്ന ഫോണ് സ്വന്തമായിട്ട് തന്നതാണ്. നീ വീഡിയോ ചെയ്ത് സെറ്റാവിടാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. ഒരു രൂപ ശരിയാണെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചതല്ല എങ്കിലും എൻ്റെ പ്രായത്തിന് ഒത്തൊരു കൂട്ടുകാരൻ്റെ ചേട്ടനാണ് പുള്ളി അത്യാവശ്യം വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പുള്ളിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഈ ഫോണ് നീ എടുത്തോ, വീഡിയോ ചെയ്ത് ക്ലിക്കാവിടാന്ന്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ അവസ്ഥ നമുക്ക് നോക്കണം. ഇത് ക്യാമറ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത് കണ്ടോ എൻ്റെ മൊബൈൽ ഇതിനകത്ത് കാണുന്നുണ്ടോ? ഇപ്പം സൈഡ് സ്വിച്ച് ആയിപ്പോയി. ഇതാ കണ്ടില്ലേ? ഗൈസ്, ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഇതിൻ്റെ ക്യാമറേൻ്റെ ക്ലാരിറ്റി. ഇപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇരുട്ടിൻ്റെയും പിന്നെ നമ്മുടെ ഫ്ലാഷ് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അവസ്ഥ. ഏതായാലും നമുക്ക് ബാക്കി സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പം നമുക്ക് സെറ്റിങ്സിൽ പോയി പുള്ളി എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ സ്റ്റോറേജ് ഒന്ന് നോക്കാം നമുക്ക്. സ്റ്റോറേജ് ഇങ്ങനെ നോക്കിയിട്ട് കിട്ടുന്നില്ല, നമുക്ക് തപ്പാം. സ്റ്റോറേജ് അതായത് 128 GB കാണുന്നുണ്ടോ ഗൈസ്? 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഫോണാണ്. എന്നോട് പറഞ്ഞു, നിനക്ക് സ്റ്റോറേജ് ഇല്ലായിട്ടല്ല ആ മുത്തേന്ന്. അപ്പം എന്നോട് പുള്ളി പറയാം, നീ സ്റ്റോറേജ് ഉള്ള ഈ ഫോൺ തന്നെ പിടിച്ചോന്ന്. അപ്പം പുള്ളി ഏതായാലും നല്ലൊരു ഉപകാരമാണ് എനിക്ക് തന്നിട്ടുള്ളത്. എന്നോട് പറഞ്ഞത്, നാളെ തൊട്ട് നീ കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടിടണം, ഒരു ദിവസം പോലും മിസ്സാക്കരുത്. അപ്പം ഞാൻ ഏതായാലും ഫോണില്ലാത്ത കാരണം 2 ദിവസം സ്കിപ്പാക്കിയിട്ടുണ്ട്. ഒരു ദിവസത്തെ വീഡിയോ ഇട്ടുള്ളൂ, 2-3 ദിവസത്തെ സ്കിപ്പാണ്. പക്ഷെ ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു.
ഞാനിപ്പം എനിക്കെന്തായാലും ഡേ 2 എന്ന് പറഞ്ഞിട്ട് നാളെ തൊട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റൂല. ഡേ 4 എന്ന് പറഞ്ഞിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നിട്ട് 100ാമത്തെ ദിവസം മിസ്സായ ഈ 2 ദിവസത്തെ വീഡിയോയും കൂടി, അതായത് 200 പുഷപ്പ് ഇപ്പം ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് വീഡിയോയിൽ. അത് ഞാൻ ലാസ്റ്റ് ദിവസം, അതായത് 100ാമത്തെ ദിവസം 100 പുഷപ്പ് എടുക്കേണ്ടടുത്ത് 300 പുഷപ്പ് ഞാൻ എടുത്തിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ ഈ വീഡിയോസ് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓപ്പൺ ആക്കിയിടുക, എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ആക്കുക. എന്നാലല്ലേ നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടുള്ളൂ. അത്